എന്താ പറ വയ്ക്കാന്നോ? അല്ല അമ്മയുടെ ഒന്നുമില്ല, നീ പോയിക്കോ. നീ വാ. ബാനു, അതിഷ്ടം റമോ, ബ്രൂണോ, ഞാൻ തന്നെയാണല്ലോ. അങ്ങനല്ല, ഇങ്ങനെ ആദ്യം കൈ പിന്നെ കാല്. ആഗ്രഹമില്ല. റെഡി, കമോൺ. 1 2 അവര് തെറ്റിക്കാത്ത ആ ഒരൊറ്റ സ്റ്റെപ്പ് എനിക്കറിയാം. ആ ഗ്യാപ്പിൽ ഓടിക്കോളൂ. ഓക്കെ, റെഡി? ഞാൻ പറയുമ്പോൾ ഓടിക്കോണം. റെഡി, 1 2 3 4. എല്ലാവരും എന്റെ കൂടെ നിന്നോണം. ഉണ്ടി പിടിച്ച് വലിക്കാനാണ് പട്ടി. പേടിക്കണോ? അവക്ക് പേടിയൊന്നുമില്ല, നീ അവളെ പേടിപ്പിക്കാതിരുന്നാ മതി. എല്ലാം ഓക്കെ. പുറത്തിറക്കാൻ പറ്റിയ സമയം. നീ എല്ലാരും ഉണ്ടല്ലോ. ബ്രൂണോ, ആരേതല്ലേ? ഞാനിനി നിന്നെ കമ്പ് മേടിക്കുന്നു, എന്നിട്ട് വലിച്ചെറിയുന്നു, നിന്നെ ഓടിക്കുന്നു. നീ ഓടിക്കുന്നു. ഒരു മിനിറ്റ്. ഇനി വന്നു കൂട്ടിരിക്ക. ചോളം അടിച്ചല്ലേ കൊണ്ട് വിളിക്കും. ബ്രോ ഇവിടെ നിക്കലൊക്കത്തില്ല. ഓൾ ക്ലിയർ, ധൈര്യമായിട്ട് വാ. നിൽക്കവിടെ. ഈ പിശാശിവിടെ ഉണ്ടായിരുന്നു. തീർന്നളിയാ. ഡീസിയായി. ആരാടാ ഈ പെണ്ണ്? ആരാടാ ഈ പെണ്ണ്? ഞാൻ പറഞ്ഞില്ലച്ചോ, ഇവരിതല്ല ഇതിനപ്പുറം ചെയ്യും. ആരവള് ചോദിച്ച കേട്ടില്ലേ? ആരാ ഇവള്? കണ്ട ഇങ്ങോട്ട് തിരിയടി, നിന്റെ തിരുമോന്തൊന്ന് കാണട്ടെ. എന്ത് കോലാണ് ഇത്? നാളത്തെ ക്രിസ്മസ് പരിപാടിയുടെ റിഹേഴ്സലാ ഫാദർ. ഡ്രാമ. നാടകം. അതെ, നാടകം. ഈ അമച്ചർ കണ്ടംപററി. അടി കപ്പിയാരെ കൂട്ടമണി. അതാ ഞങ്ങളുടെ നാടകത്തിന്റെ പേര്. അതിനെന്തിനാണ് പെണ്ണിന്റെ വേഷം കെട്ടി നടക്കുന്നത്? പിന്നെ സ്ത്രീ കഥാപാത്രത്തിന് പെൺവേഷം അല്ല ആൺവേഷം കെട്ടി നടക്കാൻ പറ്റുമോ? ഓക്കെ, നിർത്ത്. നിങ്ങളുടെ ഉദ്ദേശശുദ്ധിയൊക്കെ എനിക്ക് മനസ്സിലായി. എന്നാലും ഈ റിഹേഴ്സലൊക്കെ മുറിക്കകത്ത് നടത്തിയാൽ മതി കേട്ടോ. ഇങ്ങനെ ഈ വേഷത്തിൽ പുറത്തൊന്നും ഇറങ്ങി നടക്കണ്ട. അച്ഛൻ പറഞ്ഞത് മനസ്സിലായില്ലേ? പുറത്തുള്ള ആരെങ്കിലും ഇത് കണ്ടു കഴിഞ്ഞാ അച്ഛൻ ഇതിനകത്ത് മറ്റേ ബിസിനസ് നടത്തുന്ന പറഞ്ഞു. തോന്നിവാസം പറയുന്നു. നിങ്ങൾ എന്താ ഇവിടെ നിൽക്കുന്നത്? പൊട്ടന്മാർക്ക് അച്ചമ്പട്ടം കിട്ടുമല്ലേ? എന്നിട്ട് നിന്റെ അച്ഛന് ബിസിനസ്സാ? വന്ന് ഇവനൊന്നും നാട്ടിനൊരു ലൈസൻസ് ഇല്ലാതായ. അമ്മ ഞാൻ ജാൻവിയുടെ വീട്ടിലുണ്ട്. എന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയി പോയി. അത് ശരിക്കും ഇവളായിരുന്നെങ്കിലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. ഹോസ്റ്റലിൽ പെണ്ണിനെ കയറ്റിയെന്ന് നാട് മൊത്തം അറിഞ്ഞ് വീട്ടുകാരെയും വിളിച്ചു വരുത്തി TC തന്ന് വിട്ട് ആകെ നാറി പുഴുത്ത വിഞ്ഞേനെ. അപ്പയോ പിന്നെ പുറത്തു വല്ലതും ഇറങ്ങി നടക്കാൻ പറ്റുമോ? അതാ ഞാൻ പറഞ്ഞ ഒരു ട്രയൽ നോക്കാന്ന്. എന്തായാലും അച്ഛന്റെ കണ്ണു വെട്ടിച്ച് മെയിൻ എൻട്രൻസ് വഴിയുള്ള പുറത്തിറക്കൽ നടക്കില്ല. ദൈവമേ, ഇതൊക്കെ എവിടെ ചെന്ന് അവസാനിക്കുമെന്തോ. അമ്മ എന്തേലും ഒന്ന് പറ. അളിയാ, ഇവൾ ആരോടെ സംസാരിക്കുന്നത്? ചിലപ്പോ ഇവിടെ നിന്ന് ഇറങ്ങി കൊടുക്കുന്ന ആ പ്രേമരാജൻ നിന്റെയോട് പറയണോ? അളിയാ,
ഒരു കാരണവശാൽ ആലോചിച്ചു കൊടുക്കരുത്. ഡേയ്, നമ്മളല്ലാതെ അവനെങ്ങാനും അവളെ ഇവിടുന്ന് പുറത്തിറക്കിയപ്പോൾ നമ്മൾ ജീവിച്ചിട്ട് കാര്യമില്ല. ഒന്ന് പോടാ. ആകെ കുഴപ്പായി. അപ്പ വിചാരിച്ചിരിക്കുന്നത് ഞാൻ പ്രേംരാജിന്റെ കൂടെ ഒളിച്ചോടി പോയെന്ന്. എന്നെ തപ്പി നാട് മുഴുവൻ നടക്കുക. അപ്പ എന്നെ ഇവിടെ ഡ്രോപ്പ് ചെയ്ത് ആ ഓട്ടോക്കാരനെ അപ്പ കണ്ടൂന്ന്. എന്നാ ഉറപ്പായിട്ട് ഇവിടെ വരും. വന്നു. ഞാനടാ വേഗം തുറക്കണ. പേടിച്ചിരിക്കാതെ പോയി തുറക്കടാ. എന്നെ പേടിപ്പിക്കാൻ വേണ്ടി ഒരു തൊടിയന്മാര്. എന്താടാ അളി ആ മുട്ടം പണി വരുന്നുണ്ട്. എന്താ ഏതോ പരനാറി റൂമിൽ കുപ്പിയേറ്റിന് ശാന്തപ്പൻ അച്ഛനോട് പറഞ്ഞിട്ട് അച്ഛനും ശാന്തപ്പനോട് റൂം മൊത്തം സെർച്ച് ഇറങ്ങിയേക്ക. സൂപ്പർ. ഹോ, ഞാനങ്ങ് പേടിച്ചു പോയി. എന്റെ കയ്യിലുള്ള കുപ്പി നിങ്ങളെല്ലാം കൂടെ അടിച്ചു തീർത്തില്ലേ? പിന്നെന്താ നമുക്ക് പ്രശ്നം? അയ്യോ, ഞാൻ ഇവിടെ ഇല്ലേ? നിന്റെ കയ്യിൽ പറയാൻ കുപ്പി ഉണ്ടോ? താണ്ടി അച്ഛൻ വന്ന ഇവിടെ പൊക്കില്ലേ? അയ്യോ, അത് ഞാൻ ഓർത്തില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യും? ദേ താഴത്തെ ഫ്ലോറിൽ ചെക്കിംഗ് നടക്കുക. 2 മിനിറ്റിനുള്ളിൽ ഈ റൂമിലെത്തും. അയ്യോ, എന്തേലും ഒന്ന് അണങ്ങി ചെയ്യടാ. നീ ഒന്നും ചെയ്യണ്ട, നീ അവിടെ നിൽക്ക്. എന്തായാലും ഇവിടെ ഇവിടെ നിർത്തണ്ട. ഒന്നാമത് രാവിലത്തെ യക്ഷി വിഷയം കൊണ്ട് തന്നെ ഈ റൂം ഓൾറെഡി ഫേമസ് ആ. അതുകൊണ്ട് ഉറപ്പിച്ചു കളയാ, ഫാദർ ആദ്യം വരാൻ പോകുന്ന ഇവിടെ ആയിരിക്കും. പിന്നെന്ത് ചെയ്യും? എന്റെ റൂമിലേക്ക് കൊണ്ടുപോകും. എന്നിട്ട് ഐഡിയ ഉണ്ട്, നിങ്ങൾ വാ. കുട്ടിയിടും. ഡേയ്, ഒരാളെ പോയി സ്റ്റെപ്പിന്റെ താഴെ നിൽക്കണം. എന്നിട്ട് ഫാദർ വരുമ്പോ സിഗ്നൽ തരണം. അങ്ങനെയാണ് ഞാൻ പോ. എനിക്കൊന്നും കാണാൻ വയ്യ. എന്ത് ടൈപ്പ് സിഗ്നൽ വേണം? പശു അമർന്ന സൗണ്ട് മതി. അതാവുമ്പോ ആർക്കും ഒരു സംശയം തോന്നില്ല. കിളിയും കറിയ സൗണ്ട് നാടാ. അങ്ങനെയാണെങ്കിൽ കുയിലാ. എങ്ങനെയുണ്ട്? എന്തെങ്കിലും സൗണ്ട് താടാ. ഇതിനൊക്കെ എന്തിനാടാ ഓവറായി ടെൻഷൻ അടിക്കുന്നത്? പോടാ പോ. ഓക്കെ, പരുന്നെങ്കിൽ കുയിൽ. വാങ്ങി വവ്വാല് മതിയായിരുന്നു. ജൂനിയർ ആണോ? പേടിപ്പിച്ച് കളഞ്ഞോടാ സാമദ്രോഹി. അച്ഛൻ ചെക്കിങ്ങിന് വരുന്ന പറഞ്ഞ സിഗ്നൽ കൊടുക്കാൻ വന്നിരിക്കുക. എന്താ സിഗ്നല്? പട്ടി കുരയ്ക്കുന്ന ശബ്ദം. ഞാൻ കുയില. അയ്യോ അണ്ണാ, അപ്പുറത്തെ വിങ്ങിലെ ഫസ്റ്റ് ഇയർ ബാച്ചിന്റെ സിഗ്നൽ കുയില. കൺഫ്യൂഷൻ ആവോ? പുല്ല്. അപ്പൊ പിന്നെ ഞാൻ എന്ത് ചെയ്യും? അണ്ണൻ കാക്ക എടുത്തോ. ആരും കാക്കയെ തൊട്ടിട്ടില്ല. കാക്കെങ്കി കാക്ക. നീ അച്ഛൻ വരുന്നുണ്ടോ നോക്ക്. അണ്ണാ, ഏത് റൂമിലാ ഐറ്റം ഇരിക്കുന്നത്? എന്തായിട്ടും നീ കൂടുതൽ ചോദ്യം ചോദിക്കില്ലേ? അച്ഛൻ വരുന്നുണ്ടോ കുഴപ്പമില്ലേ? ഒളിച്ചു കയറ്റിയാ ഞങ്ങൾ കണ്ടുപിടിക്കത്തില്ലെന്നാ വിചാരം. ഞങ്ങളെല്ലാം അറിയുന്നുണ്ട്. ഒറ്റയ്ക്ക് വെച്ച് സുഖിക്കുകയാണല്ലേ? നീ എന്താടാ ഒരുമാതിരി അർത്ഥം വെച്ച് സംസാരിക്കുന്നേ? കഴിഞ്ഞിട്ട് ബാക്കിയുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കൂടി തരണം കേട്ടോ. എന്ത്? ജാക്ക് ഡാനിയൽസ്. അച്ഛൻ വരുന്നുണ്ടോ നോക്കട പട്ടി. വെറുതെ നിന്റെ വാക്ക് കേട്ട് എന്റെ പിള്ളേർ സംശയിച്ചു. മുകളിൽ കാണുവച്ചോ? എന്തായാലും ഇറങ്ങിയില്ലേ, മുകളിലത്തെ മുറികൾ കൂടി പരിശോധിച്ചേക്കാം. ഇതെന്തോ നടക്കുന്നത്? മൃഗശാല. ഡെയിലി ഇതിലെ കൂടെ മൂത്രം ഒഴിക്കുന്ന കുട്ടിക്ക് എന്താ ആവശ്യം? പ്ലാൻ എന്താന്ന് പറയടാ. അല്ലെ, ആ പ്ലാൻ വളരെ സിമ്പിൾ ആണ്. നമ്മൾ ഇവിടെ മുറിയിൽ നിർത്തുന്നു, എന്നിട്ട് വാതിൽ പുറത്തു നിന്ന് പൂട്ടുന്നു. ഫാദർ ചെക്കിങ്ങിന് വരുമ്പോൾ ഞാൻ ഒരു സിഗ്നൽ കൊടുക്കുന്നു. അന്നേരം ഇവൾ ഈ വഴി കൂടെ ഇറങ്ങി ഈ സൺഷേഡിൽ ഒളിച്ചു നിൽക്കുന്നു. ചെക്കിങ് കഴിഞ്ഞ് ഫാദർ പോകുന്നു, ഇവൾ തിരിച്ചു കയറുന്നു, നമ്മൾ വാതിൽ പുറത്തു നിന്ന് പൂട്ടുന്നു. ആരും അറിയുന്നില്ല. എങ്ങനെയുണ്ട്? ഇത് നീ തന്നെയാ? നിനക്ക് ഇത്ര ബുദ്ധിയാ? ഇതൊക്കെ എന്ത്? ഇതൊക്കെ ചെറുതല്ലേ. പിന്നെ ഒരു റിഹേഴ്സൽ വേണമെങ്കിൽ നടത്തിക്കോ. അവസാനം മുറി തുറക്കുമ്പോ ജനലിൽ കുരുങ്ങിയിരിക്കരുത്. അതൊന്നും വേണ്ട, ഇവളിതിൽ എക്സ്പേർട്ടാ. എക്സ്പേർട്ട്. കുട്ടിക്ക് വല്ല കരിക്കിൻ വെള്ളമോ റെഡ് ബുള്ളോ എല്ലാം വേണം ഫോർ എനർജി. കുറച്ച് വിഷം ഉണ്ടെങ്കിൽ താ. അമ്മയ്ക്ക് പേറ്റുന്ന വരുമ്പോഴേ അവന്റെ IPL പോടെ. പിന്നെ ഇറങ്ങിയിട്ട് ഈ കമ്പി പഴയ പോലെ തന്നെ വെക്കണം, ഇല്ലെങ്കിൽ പണി മൊത്തത്തിൽ പാളും. കേട്ടല്ലോ? ആ ശരി വാ പോവാം. ഫാദർ ഇപ്പൊ വരും. ഞാൻ പറഞ്ഞില്ലച്ചോ, യക്ഷി പല രൂപത്തിലും ഭാവത്തിലും ശബ്ദത്തിലും വരും. ഒലിപ്പിക്കാതെ വാടക ഇങ്ങോട്ട്. സിഗ്നൽ ഇട്ട് 1/2 മണിക്കൂറായി. ബാനു, ബാമനെ.